ജനങ്ങളിൽ നിന്ന് കിട്ടിയ പിന്തുണ ഉപയോഗപ്പെടുത്താൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന് നടൻ ദേവൻ. സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത് രാഷ്ട്രീയവൽക്കരിച്ച ഭീകരവാദമാണെന്നും ഇതിനെ നേരിടുന്നതിൽ BJP നേതൃത്വം പരാജയമാണ്, അതിനാലാണ് പാർട്ടി വിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരും പുതുക്കാടും അസംബ്ലി സീറ്റുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ തന്നെ മാറ്റി മറ്റു സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖരെ ബന്ധപ്പെട്ടിട്ടും പ്രതികരണമുണ്ടായില്ല എന്നും ദേവൻ വ്യക്തമാക്കി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പറയാനും ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. ഫോൺ ചെയ്താൽ എടുക്കില്ല, അങ്ങനെയുള്ള ഒരു സന്ദർഭം. അപ്പോൾ എനിക്ക് എൻ്റെ പരാതി ഞാൻ ആരോട് പറയും എന്നുള്ളത് വലിയൊരു പ്രശ്നമായിപ്പോയി. അതിന് കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ഒരു പരാതി എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ ആരെയും കിട്ടുന്നില്ല. അദ്ദേഹമാണ് അവൈലബിൾ അല്ലത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സമയം വേസ്റ്റാക്കരുത്. ഞാനൊരു പുതിയ പൊളിറ്റിക്കൽ ആശയമായിട്ട് വന്നിട്ട് BJP വന്നതെല്ലാം നടക്കുമെന്നുള്ള ഉദ്ദേശത്തോട് വന്നിട്ട് എൻ്റെ ആശയങ്ങൾ അവിടെ നിൽക്കുകയാണ്, അവിടെ കെട്ടിക്കെടുക്കുകയാണ്. അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ള ഉദ്ദേശത്തോട് വന്ന ഞാൻ എന്നെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് നമ്മുടെ ലൈനല്ല എന്ന് തോന്നി. അതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞൊരു 3 മാസം മുമ്പ് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ പഴയ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, എൻ്റെ അണികൾ, അവരെല്ലാം വിളിച്ച് ഞാൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഒരു 3 മാസം മുമ്പ്. അപ്പോൾ എനിക്ക് 14,000 അംഗങ്ങളുണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ ആലോചിച്ചു. അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങളുണ്ട് പിന്നിൽ, നമുക്ക് നമ്മുടെ പഴയ പാർട്ടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴത്തെ എൻ്റെ ഒരു ഐഡിയ, എൻ്റെ പഴയ പാർട്ടി കേരള പീപ്പിൾസ് പാർട്ടി എന്നായിരുന്നു. അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, നാഷണൽ പാർട്ടിയല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.